AMMA എന്ന് പറയുന്ന ഒരു ക്ലബ്ബ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. കാരണം അത് മലയാള സിനിമയിലെ നടന്മാരുടെയൊക്കെ തന്നെ ഒരു ക്ലബ്ബാണ്. ഒരു ചാരിറ്റബിൾ ട്രസ്റ്റ് എന്നൊന്നും വിളിക്കാനില്ല, ശരിക്കും പറഞ്ഞാൽ അവരുടെ ഒരു ക്ലബ്ബാണ്. ആ ക്ലബിനെ സംബന്ധിച്ച് വലിയ വിഴുപ്പലക്കളികളാണ് ഈ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങേയറ്റം മലീമസമായിരുന്നു കഴിഞ്ഞ ഏതാനും ആഴ്ചകളായിട്ട്. പക്ഷേ അതിന് ഏറ്റവും ഒടുവിൽ അവിടെ സ്ത്രീകളുടെ ഒരു നേതൃത്വം വന്നിരുന്നു. ആ സ്ത്രീകളുടെ നേതൃത്വം വന്നപ്പോൾ എന്തോ വലിയ പുരോഗമനം ഉണ്ടാകും എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ മാധ്യമങ്ങളൊക്കെ തന്നെ വലിയ ഡയലോഗ് വിട്ടിരുന്നു. ഞാൻ അന്നേ പറഞ്ഞിരുന്നു അങ്ങനെ പുരോഗമനമൊന്നും ഉണ്ടാകാനില്ല, ഇതൊക്കെ തന്നെ സംഭവിക്കുള്ളൂ. കാരണം ആ ഇൻഡസ്ട്രി തന്നെ നിയന്ത്രിക്കുന്നത് വലിയ താരങ്ങളാണ്. അപ്പോൾ അവരുടെയൊക്കെ ഇച്ഛകൾക്കും ഇഷ്ടത്തിനും അത് താല്പര്യത്തിനൊക്കെ അനുസരിച്ച് മാത്രമേ ഈ സംഘടന നിലനിൽക്കുള്ളൂ എന്നുള്ളതൊക്കെ തന്നെ പറഞ്ഞിരുന്നു. അപ്പോൾ ഏതാണ്ട് നമ്മൾ പ്രതീക്ഷിച്ച പോലെയൊക്കെ തന്നെ അവർ ഏറ്റവും 10 മാസങ്ങൾ കഴിഞ്ഞപ്പോൾ അവർക്ക് കാലാവധി പൂർത്തിയാക്കാൻ പോലും കഴിയാതെ അതിൽ നിന്ന് ജനറൽ ബോഡിയിൽ അവർ പിരിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. എല്ലാവരും തന്നെ രാജിവെച്ചിരിക്കുന്നു. രാജിവെച്ചു എന്നുള്ളത് മാത്രമല്ല, ഏറ്റവും വലിയ കഷ്ടം ശ്വേതാമേനോനെ പോലെയുള്ള ആളുകൾ AMMയുടെ പ്രാഥമിക അംഗത്വം, അതായത് മെമ്പർഷിപ്പ് പോലും ഇല്ലാത്ത ആളുകളായി AMMയിൽ തന്നെ മെമ്പറല്ലാത്ത ആ ലെവലിലേക്ക് മാറി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കൂടാതെ നമ്മുടെ പ്രിയപ്പെട്ട ലക്ഷ്മിപ്രിയവും ഒക്കെ തന്നെ അതുപോലെ തന്നെ അംഗത്വം ഇല്ലാത്തവരായി മാറി. അപ്പോൾ അതൊക്കെ തന്നെ AMMയ്ക്ക് ഉണ്ടാകുന്ന നഷ്ടം എത്ര ഭീകരമായിരിക്കും എന്നുള്ളത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. അപ്പോൾ അങ്ങനെയൊക്കെ നഷ്ടമുണ്ടാക്കി വലിയ പ്രശ്നങ്ങളൊക്കെ തൽക്കാലം തീർന്നല്ലോ എന്ന് വിചാരിച്ച് നിൽക്കുമ്പോഴാണ് വളരെ ഗുരുതരമായിട്ടുള്ള പണവുമായി ബന്ധപ്പെട്ട് അക്കൗണ്ടുകളുമായി ബന്ധപ്പെട്ടുള്ള വലിയ ക്രമക്കേടുകളൊക്കെ തന്നെ മാധ്യമങ്ങളിൽ വരുന്നത്. എൻ്റെ കയ്യിലൊക്കെ തന്നെ ഈ പറയുന്ന ചില സോഫ്റ്റ് കോപ്പികൾ അല്ലെങ്കിൽ ചില തരത്തിലുള്ള കണക്കുകളൊക്കെ തന്നെ ഞാൻ കാണാനിടയായി. ആ കാണാനിടയായ കണക്കുകളിൽ ഒരേ കാര്യത്തിന് തന്നെ 2 തരം എമൗണ്ടാണ്. ഒരെണ്ണത്തിൽ 8 ലക്ഷം ആണെങ്കിൽ ഒരെണ്ണത്തിന് 10 ലക്ഷം രൂപയ്ക്കാണ് എഴുതി വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ഏതാണ് ശരി ഏതാണ് തെറ്റ് എന്നുള്ളതൊന്നും നമുക്കറിയാൻ കഴിയില്ല. പക്ഷേ അതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ 2 ഇൻ്റർവ്യൂകൾ കൂടി വന്നിട്ടുണ്ട്. അതിനെക്കുറിച്ച് കൂടിയാണ് എനിക്ക് പറയാനുള്ളത്. അതിൽ ഏറ്റവും ആദ്യത്തേത് അൻസിബ ഹസൻ്റെ ഒരു ഇൻ്റർവ്യൂ ആണ്. അൻസിബ ഹസൻ്റെ ഇൻ്റർവ്യൂ എന്ന് പറയുന്നത്, അൻസിബ ഹസൻ പറയുന്നത് വലിയ ആർഭാടമായിരുന്നു, ധൂർത്തായിരുന്നു അവിടെ എന്ന് പറഞ്ഞുകൊണ്ട് അവരൊരു ഉദാഹരണം പറയുന്നത് 17 പേരുള്ള എക്സിക്യൂട്ടീവ് കമ്മിറ്റിക്ക് പോലും കാറ്ററിംഗ് സർവീസുകാരെയൊക്കെ ഏർപ്പെടുത്തിയിരുന്നു. അവരെ വിളിച്ച് ഭക്ഷണമൊക്കെ വലിയ ആർഭാടമായിട്ടുള്ള ഭക്ഷണമൊക്കെ ഉണ്ടാക്കിയിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ ആവശ്യമുണ്ട്, നമ്മളാകെ 17 പേരല്ലേ ഉള്ളൂ എന്നുള്ളതാണ് അൻസിബ ചോദിച്ചു എന്നാണ് അൻസിബ പറയുന്നത്. പിന്നെ അൻസിബ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അത് പണ്ടേ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്, അൻസിബ പറഞ്ഞിട്ടുള്ളത് ഒരു മതസംഘടനകളിൽ നിന്ന്, അതിപ്പോൾ ഒരു ക്ഷേത്രം വെണ്ണല മഹാദേവ ക്ഷേത്രത്തിൽ നിന്ന് 75 ലക്ഷം രൂപ സംഭാവന മേടിച്ചു, അപ്പോൾ അതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ എന്നുള്ളതടക്കം അൻസിബ ചോദിച്ചിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ അതിനൊന്നും ഇതുവരെ കൃത്യമായിട്ടുള്ള മറുപടികളൊന്നും കിട്ടിയിട്ടില്ല. പലപ്പോഴും വളരെ വസ്തുതാപരമായി മറുപടികൾ പറയേണ്ട കാര്യത്തിനൊന്നും മറുപടി കിട്ടിയിട്ടില്ല. കണക്കുകൾ ശരിയല്ലായിരുന്നു എന്നുള്ളത് ഏതാണ്ട് ഇവരൊക്കെ തന്നെ സമ്മതിക്കുന്ന ഒരു കാര്യമാണ്. അതിൻ്റെ കാര്യം ഇവർ പറയുന്നത് ട്രഷററിലായിരുന്നു എന്നാണ്. പക്ഷേ ട്രഷററെ ഇവർ തന്നെയാണ് ഉണ്ണി ശിവപാലിനെ 1 മാസം മുമ്പ് പിടിച്ച് പുറത്താക്കുകയും 3 മാസം മുമ്പ് ഇനിയും കൂടെ വരരുത് എന്ന് പറയുകയൊക്കെ ചെയ്തത് അവരാണ് എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെ എന്താണെങ്കിലും ഈ സംഘടനയല്ലേ, ഇതൊരു പ്രശ്നമില്ല, എങ്ങനെയെങ്കിലും ആയി പോട്ടെ എന്ന് വിചാരിച്ച് നമ്മൾ ഇതിൻ്റെ വാർത്തകളൊന്നും നോക്കാറില്ല. പക്ഷേ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ അൻസിബ ഹസൻ്റെ ഒരു ഇൻ്റർവ്യൂവിന് ശേഷം അൻസിബ ഹസൻ്റെയും അതുപോലെ മാലാപാർവതിയുടെയും ഒക്കെ ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. മാലാപാർവതി ആണെങ്കിൽ അൻസിബ ഹസൻ എന്ന് പറയുന്നത് വളരെ പ്യുവറായിട്ടുള്ളൊരു സോളാണ്. ആ പ്യുവറായിട്ടുള്ള സോള്, ഞാനൊന്നും അത്തരം വലിയ സോളാണ്, ആത്മാവാണെന്നൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ ഇത് വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരാളാണ് അൻസിബ ഹസൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർ ഗംഭീരമായി പുകഴ്ത്തിക്കൊണ്ടുള്ള ഒരു ഇൻ്റർവ്യൂ ഒക്കെ തന്നെ കൊടുത്തിരുന്നു. ആ ഇൻ്റർവ്യൂ ഒക്കെ കൊടുത്തതിന് ശേഷം ഈ അൻസിബ ഹസൻ അത്ര വലിയ ഇമേജിലേക്ക് പോയാൽ ശരിയാവില്ല എന്ന് മനസ്സിലാക്കിയിട്ടായിരിക്കും. കാരണം ലക്ഷ്മിപ്രിയ എന്ന് പറയുന്ന നമ്മുടെ ഒരു താരം, അവർ യഥാർത്ഥത്തിൽ MLA ഒക്കെ ആവേണ്ടതാണ്. പക്ഷേ നമ്മുടെയൊക്കെ ഭാഗ്യക്കേട് കൊണ്ട് അവർക്ക് മത്സരിക്കാൻ പറ്റിയില്ല. കാരണം വോട്ടർ ലിസ്റ്റിൽ പേരില്ലായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അവരെ പെരുമ്പാവൂരിൽ നിന്ന് മത്സരിപ്പിക്കാൻ വേണ്ടിയാണ് കിറ്റക്സ് MD ആയിട്ടുള്ള സാബു ജേക്കബ് തയ്യാറായത്. അദ്ദേഹം യഥാർത്ഥത്തിൽ ഞാൻ നേരത്തെ വിചാരിച്ചിരുന്നത് ബിഗ് ബോസിൽ നിന്നാണ് സ്ഥാനാർത്ഥികളെ തിരഞ്ഞെടുത്തതെന്നാണ്. അല്ല, അദ്ദേഹം യഥാർത്ഥത്തിൽ AMMയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലേക്ക് നിന്ന് സ്ഥാനാർത്ഥികളെ തിരഞ്ഞെടുക്കുകയായിരുന്നു എന്നുള്ളതാണ് നമ്മൾ അറിയേണ്ടത്. അപ്പോൾ അത് BJPക്കുള്ള സ്ഥാനാർത്ഥികളെ സപ്ലൈ ചെയ്യുന്നൊരു കേന്ദ്രമാക്കി മാറ്റി എന്നുള്ള ഒരു വിമർശനമൊക്കെ ഉയർന്നിരുന്നു. കൂടാതെ മീഡിയ വണ്ടിൽ അജിംസൊക്കെ പറയുന്നത് ശരിയാണെങ്കിൽ ആ താരം തന്നെ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഇവരൊക്കെ തമ്മിൽ ഉണ്ടാക്കിയിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹം തന്നെ ഈ പറയുന്ന ജിഹാദി എന്നൊക്കെ വിളിക്കാൻ പറ്റുന്ന പാകത്തിലുള്ള ഒരു ഗ്രൂപ്പുകളൊക്കെ തന്നെ രൂപം കൊടുത്തിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. കൂടാതെ ആരാണ് എന്നുള്ളത് മാത്രം പറഞ്ഞിട്ടില്ല, ആരാണെന്നുള്ളത് നമുക്ക് ഊഹിക്കാം. കൂടാതെ ഈ അൻസിബക്ക് അദ്ദേഹത്തിൻ്റെ മകൻ തളരരുത് എന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് അയച്ചിരുന്നു എന്നുള്ളത് കൂടിയാണ് പറയുന്നത്.
അപ്പോൾ ഇത് നിങ്ങൾക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ ഏത് താരമായിരിക്കും എന്നുള്ളത്. ആ താരത്തെക്കുറിച്ചൊരു സൂചന കൂടി നൽകുന്നുണ്ട്. ജനപ്രതിനിധിയാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ജനപ്രതിനിധിയാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയും വലിയ മക്കളൊക്കെ ഉള്ള ഒരു 3 പേരെ ജനപ്രതിനിധികളായിട്ട്, ഒന്ന് കെ ബി ഗണേഷ് കുമാർ, ഒന്ന് പിന്നെ രമേശ് പിഷാരടി ഇപ്പോൾ വന്നതാണ്, ഒന്ന് കെ ബി ഗണേഷ് കുമാറാണ്, രണ്ടാമത്തത് മുകേഷാണ്, മൂന്നാമത്തത് നമുക്കറിയാം സുരേഷ് ഗോപിയാണ്. അപ്പോൾ ഇതിൽ ആരായിരിക്കും ഇത്തരത്തിലുള്ള ഒരു വാട്സപ്പ് ഗ്രൂപ്പ്, ഏതാണ്ട് വർഗീയമായിട്ടുള്ള ഒരു വാട്സപ്പ് ഗ്രൂപ്പ് രൂപീകരിച്ചു എന്നൊക്കെ പറയുന്നത് ആരെക്കുറിച്ചായിരിക്കും എന്നുള്ളത് നിങ്ങളൊന്നും ചിന്തിച്ചാൽ മതി. അപ്പോൾ അതവിടെ നിൽക്കട്ടെ, കാരണം പേര് പറയാൻ പറ്റാത്തതുകൊണ്ട് ഇപ്പം ഞാനും പറയുന്നില്ല. പക്ഷേ പ്രധാനപ്പെട്ടൊരു കാര്യം, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മകൻ തന്നെ കുറച്ചുകൂടി വലുതായൊരു മകനുള്ളത് ആർക്കായിരിക്കും എന്നൊക്കെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. അപ്പോൾ ഇതൊക്കെ അങ്ങനെ നിൽക്കുമ്പോഴാണ് നമ്മളൊക്കെ ഇതൊക്കെ ഇപ്പോൾ മീഡിയ വണ്ണല്ലേ, അജിംസൊക്കെ അല്ലേ, എത്രത്തോളം സത്യമാണെന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ എന്ന് ആലോചിച്ച് ഞാൻ വലിയ വിഷമിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ മറ്റൊരു ഇൻ്റർവ്യൂ കൂടി കാണുന്നത്. ആ ഇൻ്റർവ്യൂ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ അൻസിബ ഹസൻ മദ്യപിക്കും എന്നുള്ളതാണ് ലക്ഷ്മിപ്രിയ പറഞ്ഞിട്ടുള്ളത്. ലക്ഷ്മിപ്രിയയോട് എനിക്ക് പറയാനുള്ളത്, ആരെങ്കിലും ഒരാൾ മദ്യപിക്കുകയോ മദ്യപിക്കാതിരിക്കുകയോ ചെയ്യുന്നത് അവരുടെ ഇഷ്ടമാണ്. അതൊന്നും ക്രിമിനൽ കുറ്റമല്ലാത്തതുകൊണ്ട് അതൊന്നും പറയേണ്ട ഒരു ആവശ്യമില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. പക്ഷേ ലക്ഷ്മിപ്രിയ അത് പറഞ്ഞതിൻ്റെ പിന്നിലെ കാര്യം, നമ്മുടെ ഇവിടുത്തെ ഒരു പൊതുബോധമുണ്ട്. അതായത് മദ്യപിക്കാത്ത ഒരാളാണെങ്കിൽ വളരെ നല്ല ആളാണെന്നൊക്കെയുള്ള തോന്നലൊക്കെ ഉണ്ട്. ഇപ്പോൾ എനിക്കടക്കം അത്തരത്തിലുള്ള വലിയ അഡ്വാൻറ്റേജ് കിട്ടിയിട്ടുണ്ട്. ഞാൻ ചില കല്യാണത്തിന് ചില ഫംഗ്ഷനിലൊക്കെ ചെല്ലുമ്പോൾ എൻ്റെ ഫാമിലിയൊക്കെ ഉണ്ടെങ്കിൽ എൻ്റെ ഫാമിലിയിൽ നിന്നൊക്കെ വിടിയിപ്പിച്ച് കൊണ്ടുപോയി ചിലർ ബാർ കൗണ്ടറിൻ്റെ അടുത്തേക്ക് എത്തുകയും എന്താ വേണ്ടതെന്ന് ചോദിക്കുകയും, അപ്പോൾ ഞാൻ മദ്യപിക്കാറില്ല എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ഞാൻ വല്ലപ്പോഴും മാത്രമല്ല ബീറൊക്കെ കഴിക്കുന്ന ഒരാളാണ്, അതും വല്ലപ്പോഴും ഒരു ഗ്ലാസ് ഒരു ബോട്ടിലൊക്കെ മാത്രം കഴിക്കുന്ന ഒരാളാണ് എന്നൊക്കെ പറയുമ്പോഴും ഓക്കെ പുള്ളി നീറ്റാണ് എന്നൊക്കെ പറയുന്നതൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ ഒരു പൊതുബോധം എന്ന് പറയുന്നത് മദ്യപിക്കുന്നത് ആളുകൾ അത്ര ശരിയില്ല എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, അതിൻ്റെ കാര്യം ജനത്തിനെയും കുറ്റമറ്റേ അല്ല, നമ്മളിവിടെ ഒരു റെസ്പോൺസിബിൾ ഡ്രിങ്കിങ് ഇല്ല. നമ്മൾ അടിക്കുക എന്ന് പറഞ്ഞാൽ വെള്ളം, മദ്യപിക്കുക എന്ന് പറഞ്ഞാൽ മദ്യപിച്ച് ഓഫാകുക അല്ലെങ്കിൽ ആരെങ്കിലും ചീത്ത വിളിക്കുക എന്നുള്ള ലെവലിലൊക്കെയാണ് ആളുകൾ കാണുന്നത്. അപ്പോൾ അത് തന്നെ ഒരു സ്ത്രീ ആണെങ്കിൽ കുറച്ചുകൂടി കൂടുതലായിരിക്കും. അപ്പോൾ അങ്ങനെ ഇമേജ് ടാർണിഷ് ചെയ്യുന്നതിന് വേണ്ടി വളരെ തന്ത്രപരമായി നമ്മുടെ പ്രിയപ്പെട്ട ലക്ഷ്മിപ്രിയ അടിച്ചുവിട്ടേക്കുന്ന ഡയലോഗാണ്. ആ ഡയലോഗ് അടിക്കുന്നതിന് കാരണം മാലാ പാർവതിയൊക്കെ വളരെ ക്ലിയർ ആയിട്ടുള്ളൊരു സോളാണ്, പ്യൂറാണെന്നൊക്കെ പറയുകയും അങ്ങനെ ഇമേജ് വലിയ വാനോളമൊക്കെ ഉയരുകയും ചെയ്തതുകൊണ്ട് അത്ര വലിയ ഇമേജിലേക്ക് പോകേണ്ട എന്ന് വിചാരിച്ചുകൊണ്ടാണ് ലക്ഷ്മിപ്രിയ പറയുന്നത് മദ്യപാനം ഉള്ള ഒരാളാണെന്ന് പറയുന്നത്. ഇനി മദ്യപിച്ചു എന്നുള്ളത് മാത്രമല്ല, എനിക്ക് അത് കഴിഞ്ഞിട്ട് കേട്ട ഏറ്റവും രസകരമായിട്ടുള്ളൊരു കാര്യം കേട്ടത്, ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചാണ് താമസിച്ചുകൊണ്ടിരുന്നത് തിരുവനന്തപുരത്ത്. അപ്പോൾ ഞങ്ങൾ പല സ്ഥലങ്ങളിലൊക്കെ ഒരുമിച്ച് പോയിരുന്നു. ഞങ്ങൾ വലിയ സുഹൃത്തുക്കളായിരുന്നു. പണം വേണമെന്ന് അങ്ങോട്ട് ചോദിച്ച് പണം കൊടുത്തിരുന്നു, 50,000 രൂപ കൊടുത്തിരുന്നു. അത്ര വലിയ ബന്ധമായിരുന്നു എന്നുള്ളതൊക്കെയാണ് പറയുന്നത്. അപ്പോൾ അതിനൊക്കെ ശേഷം യഥാർത്ഥത്തിൽ ഇവർ ഒരുമിച്ച് പോയൊരു സ്ഥലത്ത് വെച്ച്, ആ സ്ഥലം എവിടെയാണെന്ന് പറഞ്ഞിട്ടില്ല, അവിടെ വെച്ചാണ് ഈ മദ്യം കഴിച്ചത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എന്താണെങ്കിലും ലക്ഷ്മിപ്രിയയും അവിടെ വരെ പോയിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. അതിനൊന്നും കുഴപ്പമില്ല, ലക്ഷ്മിപ്രിയയൊക്കെ സ്വാതന്ത്ര്യമാണ്. പക്ഷേ ലക്ഷ്മിപ്രിയ പറഞ്ഞ ഏറ്റവും ഒടുക്കത്തെ അവസാനത്തെ കാര്യം, ആ ബില്ല് പേ ചെയ്തത് ലക്ഷ്മിപ്രിയയാണ്. അതായത് ആര്? അൻസിബ മദ്യം കഴിച്ചിരുന്നതെന്നാണ്. അപ്പോൾ എനിക്ക് അൻസിബയോട് പറയാനുള്ളത്, ഒന്ന് 50,000 രൂപ തിരിച്ചു കൊടുത്തില്ലെങ്കിൽ കൊടുക്കണം. രണ്ടാമത്തത് മദ്യം കഴിച്ചതിൻ്റെ ബില്ലിൻ്റെ ഷെയറെങ്കിലും ലക്ഷ്മിപ്രിയക്ക് കൊടുക്കണം. ഇനി ലക്ഷ്മിപ്രിയ കഴിച്ചിട്ടുണ്ടോ ഇല്ലെന്ന് നമുക്കറിയില്ല. കഴിച്ചിട്ടില്ലെങ്കിൽ ഇനി മുഴുവൻ കാശും പേ ചെയ്താൽ പോലും കുഴപ്പമില്ല എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഇതും പോട്ടെ എന്ന് വിചാരിക്കാം. അടുത്തതാണ് ഏറ്റവും വലിയൊരു ആരോപണം ഉന്നയിച്ചിട്ടുള്ളത്. ആരോപണവും ഇതുപോലെ തന്നെ ഈ ഇമേജ് തകർക്കാൻ ഇത് പോരാ എന്ന് ലക്ഷ്മിപ്രിയക്ക് തോന്നിയിട്ടായിരിക്കണം മുഴുവനായും തകർത്തോട്ടെ അൻസിബയുടെ ഒരു ഇമേജ് എന്ന് വിചാരിച്ചിട്ട് അവർ മറ്റൊരു ഇൻസിഡൻറ്റ് കൂടി പറഞ്ഞിട്ടുണ്ട്. ആ ഇൻസിഡൻറ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അൻസിബയും ഇവരും കൂടി ഒരുമിച്ച് താമസിക്കുകയായിരുന്നു. അതൊരു അപ്പാർട്ട്മെൻറ്റ് ഹോട്ടലായിരുന്നു. ആ അപ്പാർട്ട്മെൻറ്റ് ഹോട്ടലായപ്പോൾ റിവിയറ സൂട്ട്സിൻ്റെ അപ്പാർട്ട്മെൻറ്റ് ഹോട്ടലാണെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ആ അപ്പാർട്ട്മെൻറ്റ് ഹോട്ടലിൽ ഇവർ താമസിക്കുമ്പോൾ അപ്പാർട്ട്മെൻറ്റ് ഹോട്ടലിലെ ഒരു റൂമിൽ ഇവരും ഒരു റൂമിൽ അൻസിബയുമായിരുന്നു. ഇപ്പോൾ രാത്രി വരെയൊക്കെ വർത്തമാനം പറഞ്ഞതിന് ശേഷം ഒരു 3 ദിവസത്തേക്ക് വർക്കില്ല, വർക്ക് അനിശ്ചിതമായി എപ്പോൾ തുടങ്ങുമെന്ന് അറിയില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ലക്ഷ്മിപ്രിയ പോകാൻ തീരുമാനിച്ചു. അപ്പോൾ അൻസിബ പറഞ്ഞു, ഇല്ല ഞാൻ അവിടെ 3 ദിവസം കൂടി സ്റ്റേ ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പോൾ ഇവർ നിർബന്ധിച്ചു കൂടെ പോരാൻ. പക്ഷേ അൻസിബ ഇല്ലെന്ന് പറഞ്ഞു, എനിക്കിവിടെ 3 ദിവസം എന്തായാലും നിന്നേ പറ്റുമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ നിന്നേ പറ്റുമെന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവർ വെളുപ്പിന് 4 മണിക്ക് പോരാൻ വേണ്ടി റെഡിയായപ്പോൾ ആരോ ഒരാൾ പുറത്തു വന്ന് ഇറങ്ങുന്നത് കണ്ടു. അയാൾ മാസ്ക് വെച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്മിപ്രിയ പറയുന്നത്. അപ്പോൾ മാസ്ക് വെച്ച് ആരോ പുറത്തു വന്ന് ഇറങ്ങി. അപ്പോൾ ആരാണെന്നൊന്നും ചോദിച്ചില്ല. എന്ത് ചെയ്തു, ലക്ഷ്മിപ്രിയ നേരെ പോയി കഴിഞ്ഞതിന് ശേഷം ആ ഹോട്ടലിലുള്ള ആളുകൾ നിരന്തരമായി ലക്ഷ്മിപ്രിയയെ വിളിക്കുകയും ആരോ താങ്കളുടെ റൂമിലേക്ക് കയറിയിട്ടുണ്ട്, ആരാണ് എന്ന് ചോദിക്കുകയും ഒക്കെ ചെയ്തു. അങ്ങനെ ചോദിക്കുകയും ഒക്കെ ചെയ്തപ്പോൾ വെളുപ്പിന് 4-4:30 മുതൽ വിളിക്കാൻ തുടങ്ങിയതാണ്. പക്ഷേ അവിടെ റൂം തുറന്നില്ല. അതിനുശേഷം ഏറ്റവും ഒടുവിൽ ഒരു 6:30 ആയപ്പോഴേക്കും ഈ പറയുന്ന ഇവർ താമസിച്ചിരുന്ന അപ്പാർട്ട്മെൻറ്റിൻ്റെ അകത്തേക്ക് ഒരു താക്കോലിട്ടുകൊണ്ട്, അതായത് ഒരു സ്പെയർ കീ അവരുടെ കയ്യിലുള്ളത് ഇട്ടുകൊണ്ട് അവർ തുറക്കുകയും ഏറ്റവും ഒടുവിൽ അൻസിബയുടെ റൂമിൽ ചെന്ന് മുട്ടി വിളിക്കുകയും ചെയ്തപ്പോൾ ഇവർ പറയുന്ന ഭാഷ കേട്ടിട്ട് ഞാൻ ഞെട്ടിപ്പോയി.
ഒരു ചെറിയ പിഞ്ചു കുഞ്ഞിൻ്റെ ഒരു നിഷ്കളങ്കതയോടെ എന്നാണ് പറഞ്ഞത്. പിഞ്ചു കുഞ്ഞിനെ കഴിഞ്ഞിട്ട് ഇനി എന്ത് പറയും എന്നുള്ളൊരു ടെൻഷൻ എനിക്കുണ്ടായിരുന്നു. ആ പിഞ്ചു കുഞ്ഞിൻ്റെ നിഷ്കളങ്കതയോടുകൂടി വന്നിട്ട് അൻസിബാസൻ ഡോറ് തുറന്നു. അപ്പോൾ കയറി വന്ന ഒരാൾ അകത്തിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതാരാണെന്ന് ചോദിച്ചു. അപ്പോൾ ബ്രദറാണ് എന്നുള്ളത് പറഞ്ഞു. ആ ബ്രദറാണെന്ന് പറഞ്ഞതിന് ശേഷം ഉടനെ തന്നെ ബ്രദറിൻ്റെ ID കാർഡ് ചോദിച്ചു. അപ്പോൾ ID കാർഡ് തരാൻ പറ്റില്ല. 7 സ്റ്റാർ ഹോട്ടലുകളിലൊക്കെ ചോദിച്ചാൽ പോലും ഞാൻ ID കാർഡ് കൊടുക്കാത്ത ആളാണെന്ന് അദ്ദേഹം പറഞ്ഞു എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ അതിനുശേഷം അത് യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു ബ്രദറായിട്ടുള്ള ഒരാളല്ലെന്നും സുഹൃത്താണെന്നും പറഞ്ഞു. അതേ സുഹൃത്ത് തന്നെയാണ് ഈ ലക്ഷ്മിപ്രിയ പരാതി കൊടുത്തപ്പോൾ അൻസിബ ഹസനുമായിട്ട് സ്റ്റേഷനിലൊക്കെ വന്നിരുന്നത്. അദ്ദേഹത്തിൻ്റെ പേര് മിഥിലാജ് എന്നാണ്. അദ്ദേഹം മിഥിലാജ് ഹസൻ എന്നോ എന്താണ് ഫുൾ നെയിം. ഒരിക്കൽ ഞാൻ അദ്ദേഹത്തെ കാണുകയും സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട് മറ്റൊരു എഡ്യൂക്കേഷൻ സ്ഥാപകൻ്റെയൊക്കെ കാര്യവുമായിട്ട് ബന്ധപ്പെട്ട്. അതെന്തായാലും വലിയ പ്രാധാന്യമില്ലാത്തതുകൊണ്ട് ഞാനിവിടെ വിവരിക്കുന്നില്ല. അപ്പോൾ അദ്ദേഹത്തുമായിട്ട് വലിയ ബന്ധം അൻസിബക്കുണ്ട് എന്നുള്ളതൊന്നും നമുക്കറിയില്ല. അപ്പോൾ അങ്ങനെ വലിയ സുഹൃത്താണെന്ന് അറിയുന്നു. അപ്പോൾ അദ്ദേഹം ഞാൻ വിചാരിക്കുന്ന ആൾ തന്നെയാണെങ്കിൽ അദ്ദേഹം ഫ്ലവേഴ്സിലൊക്കെ ജോലി ചെയ്തിരുന്ന ഫ്ലവേഴ്സിൻ്റെയൊക്കെ ആദ്യത്തെ സ്റ്റാഫുകളിൽ തന്നെ ഒരാളാണ്. ശ്രീകണ്ഠൻ നായർ തുടങ്ങിയപ്പോൾ ഉള്ള സ്റ്റാഫുകളിൽ ഒരാളാണ്. പിന്നെ ചില റോബോട്ടിക്സ് അതുപോലെയുള്ള പരിപാടികൾ ഈ നമ്മുടെ 24 ന്യൂസിൽ മറ്റേ ഇങ്ങനെ ശ്രീകണ്ഠൻ നായർ നടത്തുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ, നിന്നുകൊണ്ട് ചോദ്യങ്ങൾ ചോദിക്കുന്ന പരിപാടിയിൽ ഇങ്ങനെ ഓരോ ലെവൽ 1 ലെവൽ 2 എന്ന് പറഞ്ഞ് പൊക്കുന്ന ആ പരിപാടി. പിന്നെ എന്താണ് കുട്ടപ്പായി എന്നോ ചേട്ടപ്പായി എന്നോ കുളിക്കുന്ന ഒരു യന്ത്രം സൈഡിൽ നിന്ന് സംസാരിക്കുന്ന കാര്യം, അതൊക്കെ ഉണ്ടാക്കുന്ന പല പരിപാടികളൊക്കെ ചെയ്തുകൊണ്ടിരുന്ന ഒരാൾ കൂടിയാണ്. അല്ലെങ്കിൽ അവർക്ക് 2-3 പേരൊക്കെ ചെയ്യുന്ന അത്തരത്തിലുള്ള കമ്പനികളൊക്കെ നടക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ അദ്ദേഹമാണ് അവിടെ ഇരുന്നിരുന്നത്. അതിനും തെറ്റൊന്നുമില്ല. കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ അൻസിബ ഹസൻ അങ്ങനെ ഒരു സൗഹൃദം ഉണ്ടാകുന്നു, അവരുമായിട്ട് സമയം ചെലവഴിക്കുന്നു എന്നുള്ളതിൽ നമ്മൾ വലിയ മോശപ്പെട്ട കാര്യമായിട്ടൊന്നും കണക്കൂട്ടേണ്ട കാര്യമില്ല. പക്ഷേ സമൂഹത്തിലേക്ക് ഇത് പറയുമ്പോൾ തീർച്ചയായിട്ടും ഒരു ഇമേജിന് വലിയ തോതിലുള്ള കുഴപ്പമുണ്ടാകും എന്നുള്ളത് വാസ്തവമായിട്ടുള്ള ഒരു കാര്യമാണ്. അതിനുശേഷം അവിടെയും നിർത്തുന്നില്ല. അതിനുശേഷം ശരിക്കും ഈ നമ്മുടെ പ്രിയപ്പെട്ട ലക്ഷ്മിപ്രിയ പറയുന്നത് അവർ ഇതിന് ശേഷം അവിടെ എല്ലാം ലഗേജ് ഏൽപ്പിച്ചുകൊണ്ട് 3 ദിവസത്തേക്ക് എങ്ങോട്ടോ പോയി. അപ്പോൾ അവിടെ നിന്ന് വീണ്ടും വിളിച്ച് ലക്ഷ്മിപ്രിയയോട് ഇതൊക്കെ പറഞ്ഞു എന്നുള്ളതാണ്. ഈ കാര്യത്തിന് വേണമെങ്കിൽ കേസ് കൊടുക്കട്ടെ, അപ്പോൾ നമുക്ക് കോടതിയിൽ വെച്ച് കാണാം എന്നുള്ളതാണ് ലക്ഷ്മിപ്രിയ പറഞ്ഞേക്കുന്നത്. എന്താണെങ്കിലും ലക്ഷ്മിപ്രിയ 10 കോടി മാനനഷ്ട കേസ് വിട്ടു. ഇനി ബാക്കിയുള്ളത് ഈ അൻസിബാസൻ്റെ മാനനഷ്ട കേസ് വരികയാണെങ്കിൽ ഞാൻ നേരിട്ടോളാം എന്നാണ് പറയുന്നത്. അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഇതിലാകെയുള്ള പ്രശ്നം എന്ന് പറയുന്ന ഒരൊറ്റ കാര്യം മാത്രമാണ് എനിക്ക് തോന്നിയത്. അത് അൻസിബ കഴിച്ച ഇതിൻ്റെ കാശ് കൊടുത്തത് സുഹൃത്ത് ബന്ധത്തിനകത്ത് കൊടുത്താണെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ അതല്ല, അത് തിരികെ വേണമെന്നുണ്ടെങ്കിൽ അത് തിരിച്ച് ലക്ഷ്മിപ്രിയക്ക് കൊടുക്കുന്നത് വളരെ നന്നായിരിക്കും. ഇനി ലക്ഷ്മിപ്രിയയോട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം, ഒരു ഇൻ്റർവ്യൂവിൽ ഇരിക്കുമ്പോൾ ഇതുപോലെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞതുകൊണ്ടൊന്നും കാര്യമില്ല. അതിൽ അവരെ വേണമെങ്കിൽ സമൂഹത്തിന് മുമ്പിൽ താറടിക്കാൻ മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറയരുത്. ഇതേപോലെ തന്നെ ദേഷ്യം വരുമ്പോൾ അവർ വളരെ ഇമ്മച്വേർഡായി, ഞാൻ ഇവിടെ എൻ്റെ ചില കൊളീഗ്സിനോടൊക്കെ പറയാറുണ്ടായിരുന്നു, ഇമോഷണലി ഇമ്മച്വേർഡ് ആൻഡ് ഇഡിയോട്ടിക് കമൻസ് ഒന്നും പറയരുതെന്ന് പറയും. അത് തന്നെ എനിക്ക് പറയാനുള്ളൂ. വളരെ ഇമോഷണലി ഇമ്മച്വേർഡ് ആയിട്ടുള്ള ഇഡിയോട്ടിക് ആയിട്ടുള്ള ഇതുപോലെയുള്ള കമൻറ്റുകളൊക്കെ പറഞ്ഞ് അടുത്ത തലവേദന ഉണ്ടാക്കി വെക്കരുത്. ഇത് ആദ്യമല്ല ലക്ഷ്മിപ്രിയ ഇങ്ങനെ ചെയ്യുന്നത്. ഇപ്പം നേരത്തെ ഉഷ ഹസീന എന്ന് പറയുന്ന ഒരു തടിക്കെതിരെയും ഇതുപോലെയൊക്കെ തന്നെ പറഞ്ഞിരുന്നു. ഉഷ എന്ന് പറയുന്ന പേരും ഹസീന എന്ന് പറയുന്ന പേരും 2 ഇട്ടു എന്നൊക്കെ ഉള്ളവരൊക്കെ പറഞ്ഞിരുന്നു. ഇതൊക്കെ എന്തിനാണ് പറയുന്നത്? ഞാൻ ഒരേ ഒരു ഭർത്താവുമായി ജീവിച്ചു പോകുന്ന ആളാണെന്നൊക്കെ ലക്ഷ്മിപ്രിയ പറയുന്ന വാചകമൊക്കെ ഉണ്ട്. അതിനൊന്നും ആവശ്യമില്ല. അവർ ശരിയാണ്, ഒരു കല്യാണം കഴിഞ്ഞ് അത് വേർപിടിച്ചതിന് ശേഷം TS സുരേഷ് ബാബുവിനെ കല്യാണം കഴിഞ്ഞ് അടുത്ത കല്യാണം കഴിച്ച ഒരാളാണ്. പക്ഷെ അവർ കല്യാണം കഴിച്ചപ്പോൾ പേര് മാറ്റിയതല്ല ലക്ഷ്മിപ്രിയ. അവർ പേര് മാറ്റിയത് ബാലേന്ദ്ര മേനോൻ അവർക്കിട്ട പേരാണ് ഉഷ എന്നുള്ളത്. ഉഷ ഹസീന എന്നാണ് അതുകൊണ്ട് അവർ അറിയപ്പെടുന്നത്. അവർ അതിനുശേഷം മറ്റൊരാളെ കല്യാണം കഴിച്ചു എന്നുള്ളതൊക്കെ വാസ്തവമായിട്ടുള്ളൊരു കാര്യമാണ്. എന്തിനാണ് ഇത്തരത്തിലുള്ള വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ ആളുകളുടെ എടുത്തിട്ട് അലക്കുന്നത് എന്നുള്ളതാണ് എനിക്ക് ലക്ഷ്മിപ്രിയയോട് വളരെ മര്യാദക്ക് ചോദിക്കാനുള്ളത്. ഞാനിങ്ങനെ മര്യാദക്ക് ചോദിക്കാൻ കാര്യം, ഞാൻ നേരത്തെ അവരെ കുറച്ചുകൂടിയൊക്കെ രൂക്ഷമായി ഭാഷയിൽ കളിയാക്കിയിട്ടുണ്ട്. പക്ഷെ ചോദിക്കാൻ കാര്യം, ഞാൻ ഈ തൊട്ടടുത്ത ദിവസങ്ങളിൽ ഞാൻ അവരുടെ ചില ഒരു പോർഷൻസൊക്കെ കണ്ടിരുന്നു. അവർ ജീവിതത്തിൽ അനുഭവിച്ചിട്ടുള്ള വലിയ ദുരിതങ്ങളെക്കുറിച്ചൊക്കെ അവർ പറഞ്ഞിരുന്നു. അവരുടെ പിതാവ് അവരെ ഉപേക്ഷിച്ച് പോയതും അതുപോലെ മാതാവിനെ കാണാൻ വേണ്ടി അവർ ചെന്നതും മാതാവിൻ്റെ ഭാഗത്ത് നിന്നൊരു സ്നേഹം കിട്ടാത്തതുമായിട്ടുള്ള നിരവധി കാര്യങ്ങളൊക്കെ തന്നെ അവർ പറഞ്ഞിരുന്നു. അപ്പോൾ അതൊക്കെ കേട്ടപ്പോൾ എനിക്ക് വലിയൊരു ബുദ്ധിമുട്ട് തോന്നി. അതുകൊണ്ട് ഞാൻ ലക്ഷ്മിപ്രിയയോട് പറയുകയാണ്, ഇനിയെങ്കിലും ഒരു ഇൻ്റർവ്യൂകളൊക്കെ കൊടുക്കുമ്പോൾ ഇതുപോലെയുള്ള ഇമോഷണലി ഇമ്മച്വേർഡ് ആയിട്ടുള്ള ഇതുപോലെയുള്ള ഇഡിയോട്ടിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ വെറുതെ ആർക്കുമെതിരെ വിളിച്ച് എന്തും പറയാം എന്നുള്ള ലെവലിൽ പറയരുത് എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. രണ്ടാമത്തത് മോഹൻലാലിനോടും മമ്മൂട്ടിയോടും കൂടി എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ 2 പേരും കൂടി 2 തോക്കുകളുമായി വന്ന്, ആ തോക്കുകളില്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ തോക്ക് സഭ എടുത്ത് ചോദിച്ചാൽ മതി, ഉണ്ടയും കിട്ടും തോക്കും കിട്ടും. തൽക്കാലത്തേക്ക് മോഹൻലാലൊക്കെ ചോദിച്ച പുള്ളി സന്തോഷത്തോടെ തരും. 2 തോക്കുകളുമായി AMMയുടെ ഓഫീസിൻ്റെ മുമ്പിലേക്ക് വരികയും
വെടിപൊട്ടിക്കുക മുകളിലേക്ക്, എന്നിട്ട് എല്ലാവരോടും പിരിഞ്ഞു പോകാൻ പറയുക. ഈ സംഘടന പിരിച്ചു വിട്ടു എന്ന് പറഞ്ഞാൽ ഈ പ്രശ്നം തീരും. അതിന് ഏറ്റവും വലിയ ഉദാഹരണം എന്ന് പറയുന്നത് PFI ആണ്, പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ ആണ്. അവരുടെ നേതാക്കന്മാരെയൊക്കെ ഒരു സുപ്രഭാതത്തിൽ അതിരാവിലെ വെളുപ്പിന് 4 മണിക്ക്, രാത്രി 1 മണിക്ക് 2 മണിക്കൊക്കെ വന്ന് റെയ്ഡ് തുടങ്ങുകയും വെളുപ്പിന് 4 മണിക്ക് തന്നെ തൂക്കിയെടുത്തിട്ട് ചാർട്ടർ ചെയ്ത വിമാനത്തിൽ ഡൽഹി കൊണ്ടുപോവുകയും ചെയ്തപ്പോൾ ഒരൊറ്റ വരിയിൽ അവർ ആ പ്രശ്നം ഒതുക്കി. എന്ന് പറഞ്ഞാൽ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന സംഘടന പിരിച്ചുവിട്ടിരിക്കുന്നു എന്ന് പറഞ്ഞു. അത്തരത്തിൽ ഒറ്റ വരിയിൽ ഒരു ഡിലീറ്റ് പ്രസ് ചെയ്ത് തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. അപ്പോൾ ചോദിക്കും AMMയുടെ ഓഫീസൊക്കെ എന്ത് ചെയ്യുമെന്ന്. ആ ഓഫീസൊക്കെ വിറ്റിട്ട് ഇതുവരെ ഇവർ ഈ പറഞ്ഞ പോലെ കൈനീട്ടം കാൽനീട്ടം എന്നൊക്കെ പറഞ്ഞ് കൊടുത്തുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് അത് തന്നെ വലിയ അസംബന്ധമാണ്. കൈനീട്ടം കൊടുക്കുന്നവന് അഭിപ്രായം പറയാനും പറ്റില്ല, വോട്ട് ചെയ്യാനും പറ്റില്ല. അവിടെ ഒന്ന് ആലോചിച്ച്, വോട്ട് ചെയ്യാൻ റൈറ്റ് ഇല്ല അവർ. അപ്പോൾ പിന്നെ അവന് കൈനീട്ടം കൊടുക്കുന്നത് വലിയ ഒരു അപമാനിച്ചുകൊണ്ട് കൊടുക്കുന്ന ഒരു പണിയല്ലേ. അതുപോലെ ചിലർക്ക് സഹായം മരുന്നുകൾ കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞു. ഇതെല്ലാം ചെയ്യാനായിട്ട് ആ AMMയുടെ ഓഫീസ് അങ്ങോട്ട് വിറ്റാൽ അവരോട് പറയാം, മാസമുള്ള കാശൊന്നും ഞങ്ങൾക്ക് ഇനി തരാൻ പറ്റില്ല, ഞങ്ങൾ വളരെ കൃത്യമായി ഇപ്പോൾ വലിയൊരു എമൗണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും വീതിച്ചു തരും. കാരണം ഇനിയിപ്പോൾ ഒരു 490 പേരേ ഉണ്ടാവുള്ളൂ. ആ 490 പേരും കൂടി ആ കാശ് പിരിച്ചെടുക്കുക എന്നുള്ളതേ ചെയ്യാനുള്ളൂ. കാരണം ഇവർ വലിയ 1 ലക്ഷം രൂപ കൊടുത്ത് മെമ്പർഷിപ്പ് എടുത്തവരാണ് മിക്ക ആളുകളും. ആ കാശ് കൊടുത്താൽ ഈ പ്രശ്നം അങ്ങോട്ട് തീരും എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഇത് കൂടാതെ ഇതിൽ ഈ ഒരു കാര്യം ഞാൻ പറയാൻ പറ്റുമോ, അത് നമ്മുടെ ലക്ഷ്മിപ്രിയ പറഞ്ഞേക്കുന്ന ഒരു ഡയലോഗ് എന്താണെന്ന് വെച്ചാൽ, ലക്ഷ്മിപ്രിയ പറയുന്നത് ഈ 15 ലക്ഷം രൂപ കൂടി അദാനി തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് കൂടി വന്നിട്ടുണ്ടെങ്കിൽ ശ്വേതാ മേനോൻ ഇന്നസെന്റിനെ പോലെ ജീവിതകാലം മുഴുവൻ പ്രസിഡൻ്റായി ഇരുന്നാനെന്നൊക്കെയാണ് പറയുന്നത്. അതായത് അദാനിയുടെ അമ്മ എന്നൊക്കെ പറഞ്ഞ് ചില ആളുകളൊക്കെ വീഡിയോ ചെയ്യുന്നത് ഞാൻ കണ്ടു. എനിക്ക് കണ്ടിട്ട് വലിയ ചിരി വന്നു. ഇത് കൂടാതെ ഇവർ ചെയ്തിട്ടുള്ള മറ്റൊരു ആരോപണം കൂടിയുണ്ട്. ഈ കിറ്റക് സാബുവിനും അതുപോലെ തന്നെ BJPക്കും വേണ്ടി ഇവിടെ നിന്ന് സ്ഥാനാർത്ഥികളെ സപ്ലൈ ചെയ്യുന്നൊരു കേന്ദ്രമാക്കി നമ്മുടെ ശ്വേതാ മേനോനെ ഇതിനെ മാറ്റി എന്നുള്ളതാണ് അവർ പറഞ്ഞിട്ടുള്ള ഏറ്റവും വലിയ ആരോപണം. അപ്പോൾ അതൊക്കെ ഒരു നമുക്കൊക്കെ തന്നെ അറിയാം. ഞാനും ആദ്യം വിചാരിച്ചത് കിറ്റക് സാബു നേരെ ബിഗ് ബോസിലേക്ക് പോയി എന്നാണ്. പക്ഷെ അങ്ങനെയല്ല. അദ്ദേഹം പോയത് യഥാർത്ഥത്തിൽ AMMയുടെ ഓഫീസിലേക്ക് പോയി കുറച്ച് താരങ്ങളെ എടുത്തുകൊണ്ട് വന്ന് സ്ഥാനാർത്ഥിയാക്കുകയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. ഭാഗ്യത്തിന് നമ്മുടെയൊക്കെ ഭാഗ്യത്തിനല്ല, അവരുടെ ദൗർഭാഗ്യത്തിന് അവർ യഥാർത്ഥത്തിൽ പെരുമ്പാവൂരിൽ നിന്ന് മത്സരിക്കാൻ കഴിഞ്ഞില്ല. കാരണം അവർക്ക് വോട്ടുണ്ടായില്ല. അല്ലെങ്കിൽ അവർ ഉറപ്പായിട്ടും വല്ല MLA ഒക്കെ ആയേനെ എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ അത്തരത്തിൽ ഉള്ള ചില ആരോപണങ്ങൾ കൂടിയുണ്ട്. ഞാൻ പറഞ്ഞത് പറഞ്ഞുകൊണ്ട് മമ്മൂട്ടിയോടും മോഹൻലാലിനോടും എനിക്ക് അവസാനമായി പറയാനുള്ളത്, ഇനി ഒറ്റ വരിയിലൊന്നുമില്ലെങ്കിൽ ഇത് അവസാനിപ്പിക്കാം. അല്ലെങ്കിൽ ആകാശത്തേക്ക് വെടിവെച്ചിട്ട് AMMയുടെ ഓഫീസിൽ വന്ന് എല്ലാവരോടും പിരിഞ്ഞു പോകാൻ പറയാം. അത് പറഞ്ഞില്ലെങ്കിൽ ഇവരോടും നിങ്ങളോടും ഒക്കെയുള്ള ഇഷ്ടമെന്ന് പറയുന്നത് കഥാപാത്രങ്ങളുടെ സ്വഭാവം കണ്ടിട്ട് അതുപോലെയുള്ള സ്വഭാവമായിരിക്കും എന്ന് വിചാരിച്ചിട്ടാണ് ആളുകൾ നിങ്ങളെയൊക്കെ ഇഷ്ടപ്പെടുന്നത്. അത് നിങ്ങൾ പല നല്ല നല്ല കഥാപാത്രങ്ങളാണ് മമ്മൂട്ടി മോഹൻലാലും ഒക്കെ അവതരിപ്പിച്ചിട്ടുള്ളത്. അത് ഗംഭീരമായി അഭിനയിച്ചിട്ടുണ്ട്. അങ്ങനെ അഭിനയിക്കുമ്പോൾ നിങ്ങൾക്കൂടെ അവർക്കൊരു ഇഷ്ടം തോന്നും. ലക്ഷ്മിപ്രിയ ഒരു സിനിമയിൽ അമ്മയായിട്ടോ ചേച്ചിയായിട്ടോ ഒക്കെ അഭിനയിക്കുമ്പോൾ ആളുകൾക്കൊരു ഇഷ്ടം തോന്നും. കാരണം അഭിനയത്തിൽ ഗംഭീരമായിട്ട് അഭിനയിക്കുമ്പോൾ അതേ സ്വഭാവമായിരിക്കും എന്ന് വിചാരിച്ചിട്ടാണ്. ആ സ്വഭാവമല്ല എന്ന് മനസ്സിലാക്കുന്ന രീതിയിലുള്ള ഇൻ്റർവ്യൂകൾ ഇനിയും കൊടുത്തുകൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ ആ ഇഷ്ടം പോകും. പിന്നെ ഈ പറയുന്ന പോലെ വലിയ ബുദ്ധിമുട്ടാവുമെന്ന് മറന്നു പോരുത്. അതുപോലെ ഈ ആളുകൾ വീണ്ടും ഇതുപോലെ ഇൻ്റർവ്യൂ കൊടുത്തുകൊണ്ടിരുന്നാൽ മോഹൻലാലും മമ്മൂട്ടിയും അറിയേണ്ടത് നിങ്ങളോടുള്ള ഇഷ്ടം പോലും പോകും. മമ്മൂട്ടിക്ക് ഇനി കുഴപ്പമില്ല, പുള്ളി പത്മഭൂഷണൊക്കെ മേടിച്ചു വന്ന് സുഖമായിട്ട് ജീവിക്കുന്നുണ്ട്. പക്ഷെ അത് പിന്നെ മറ്റേ നേരത്തെ തന്നെ ഈ പ്രശ്നങ്ങളൊക്കെ അറിഞ്ഞുകൊണ്ടായിരിക്കും ദുൽഖറൊക്കെ തന്നെ ഇവിടെ നിന്ന് വിട്ട് തെലുങ്ക്, തമിഴ്, മറ്റു പല ലെവലൊക്കെ നോക്കിയിട്ടുണ്ട്. പക്ഷേ മോഹൻലാലും ബാക്കിയുള്ള ആളുകളൊക്കെ അറിയേണ്ടത് ഇത് വലിയ തലവേദനയായി തീരും. അതുകൊണ്ട് തോക്ക് സാവി അല്ലെങ്കിൽ തന്നെ പോലീസിന് വേണമെങ്കിൽ ഉണ്ട കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഉണ്ട മാത്രമല്ല, ഒരു ദിവസത്തേക്ക് ആ തോക്കും കൂടി തരുമെന്ന് പറഞ്ഞ് 2 പേരും കൂടി വന്ന് നേരെ മുകളിലേക്ക് വെടിവെച്ച് ഇത് പിരിച്ചു വിട്ടാൽ ഈ സാംസ്കാരിക മാലിന്യം ഏതാണ്ട് താൽക്കാലികമായി തീരും. അത് നിങ്ങളോടുള്ള ഇഷ്ടം നിലനിർത്താനും വളരെ ഗുണകരമായിരിക്കും എന്നുള്ളത് ഓർമ്മിപ്പിക്കട്ടെ. നമ്മുടെ ടോപ്പിക്ക് കഴിഞ്ഞു. മറ്റൊരു പ്രധാനപ്പെട്ട ടോപ്പിക് കൂടിയുണ്ട്. അത് നിങ്ങളോട് പറയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പോസ്റ്റ് ഉപയോഗിക്കുന്നത്. നമ്മളുടെ പുതിയൊരു ചാനൽ കൂടിയുണ്ട്. അതിൻ്റെ പേര് BCC വിത്ത് രതീഷ് ചക്രപാണി എന്നാണ്. അതിലേക്ക് ഏറ്റവും പുതിയ പോഡ്കാസ്റ്റ് കൂടി ഇപ്പോൾ നമ്മൾ ഏതാനും മണിക്കൂറുകൾക്കകം അപ്പ് ചെയ്യും. അപ്പോൾ അതുകൂടി കാണാൻ നിങ്ങൾ തയ്യാറെടുക്കുക. കാരണം കേരളത്തിൽ നമ്മൾ കഴിഞ്ഞ തവണ അപ്പ് ചെയ്തിട്ടുള്ള പോഡ്കാസ്റ്റിൽ നമ്മൾ പറഞ്ഞത് 2021 വലിയ വോട്ടോടുകൂടി 8ഓളം വരുന്ന പുതിയ സീറ്റുകൾ, കൂടുതൽ സീറ്റോടുകൂടി അധികാരത്തിലേക്ക് വന്ന പിണറായി വിജയനെ എങ്ങനെയാണ് രാഷ്ട്രീയ മാധ്യമ ഗൂഢാലോചനകളുടെ ഫലമായി മറ്റൊരു നെഗറ്റീവ് ബിൽഡ് ചെയ്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഇമേജ് ഇടിച്ചു തകർത്തത് എന്നുള്ളതിനെക്കുറിച്ചായിരുന്നു ആ വീഡിയോ. അത് കാണാത്തവർ തീർച്ചയായിട്ടും അത് കാണണം. 1 മണിക്കൂർ 44 മിനിറ്റുള്ള പോഡ്കാസ്റ്റാണ്. ആ പോഡ്കാസ്റ്റ് വലിയ വിജയമാക്കിയതിൽ നിങ്ങളോട് നന്ദി. ഇനി അടുത്ത പോഡ്കാസ്റ്റ് എന്ന് പറയുന്നത് കേരളത്തിലെ മുഖ്യമന്ത്രിയായി VD സതീശനെ മാറ്റിയതാരാണ്, കേരളത്തിലെ പാർലമെൻ്ററി പാർട്ടിയിൽ അദ്ദേഹത്തിന് ഭൂരിപക്ഷമില്ലാതിരുന്നിട്ടും കോൺഗ്രസിനകത്ത് തന്നെ വലിയ പിന്തുണയില്ലാതിരുന്നിട്ടും
യഥാർത്ഥത്തിൽ മുസ്ലിം ലീഗിൻ്റെ പിന്തുണ കൊണ്ട് മാത്രം അദ്ദേഹം മുഖ്യമന്ത്രിയായോ എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ മുസ്ലിം ലീഗ് പോലും ചരിത്രത്തിൽ ഇല്ലാത്ത വിധം വി ഡി സതീശനെ മുഖ്യമന്ത്രിയാക്കാൻ വേണ്ടി നിലപാടുകൾ എടുത്തത് എന്താണ് എന്നുള്ളതടക്കം, അല്ലെങ്കിൽ അതിന് പിന്നിൽ ഒഴുകിയിട്ടുള്ള കോടികൾ ആരുടേതാണ് എന്നുള്ളതടക്കമുള്ള ഞെട്ടിക്കുന്ന, മലയാളത്തിൽ ആരും പറയാത്ത നിരവധി വിവരങ്ങൾ അടങ്ങുന്ന ഒരു പോഡ്കാസ്റ്റാണ് വരാനിരിക്കുന്നത്. ആ പോഡ്കാസ്റ്റ് തീർച്ചയായിട്ടും നിങ്ങൾ കാണണമെന്നുണ്ടെങ്കിൽ BCC വിത്ത് രതീഷ് ചക്രപാണി എന്ന് പറയുന്ന പൊതുബോധത്തിനൊപ്പം രതീഷ് ചക്രപാണിയോടൊപ്പം എന്ന് പറയുന്ന ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുക. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് കിട്ടുള്ളൂ. അത്തരത്തിലുള്ള നിരവധി പോഡ്കാസ്റ്റുകൾ ആഴ്ചയിൽ ഒരെണ്ണമെങ്കിലും ചെയ്യണമെന്ന് നമുക്ക് താല്പര്യമുണ്ട്. പക്ഷേ അത് വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു കാര്യമായതുകൊണ്ടാണ് പലപ്പോഴും ചെയ്യാൻ പറ്റാത്തത്. അപ്പോൾ അത്തരത്തിൽ നിങ്ങളുടെ കൂടി സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ അതെല്ലാം മുന്നോട്ട് പോവുള്ളൂ. നിങ്ങൾക്ക് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ ഈ ചാനലിൽ നിങ്ങൾക്ക് മെമ്പർഷിപ്പ് എടുത്തുകൊണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യാം. ആ മെമ്പർഷിപ്പ് എടുക്കണമെങ്കിൽ ജോയിൻ എന്ന് പറയുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് 1 മുതൽ 6 വരെയുള്ള ഏതെങ്കിലും ലെവലുകളിൽ നിങ്ങൾക്ക് പറ്റാവുന്ന എമൗണ്ടുകൾ അടച്ചുകൊണ്ട് മെമ്പർഷിപ്പ് എടുക്കാം. മെമ്പർഷിപ്പ് എടുത്തത് കൊണ്ടിട്ട് പ്രത്യേകമായിട്ട് എന്തെങ്കിലും ബെനിഫിറ്റ് ഒന്നും കിട്ടില്ല. ഇറങ്ങുന്ന ചില വീഡിയോകൾ കുറച്ചുകൂടി നേരത്തെ കാണാം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. മെമ്പേഴ്സിന് വേണ്ടി മാത്രമായിട്ടുള്ള വീഡിയോകളൊന്നും ഉണ്ടാവില്ല. പക്ഷേ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് വേണ്ടി അത് ചെയ്യാവുന്നതാണ് എന്നുള്ളത് പറഞ്ഞുകൊണ്ട് ഒന്ന്. രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഈ പറയുന്ന BCC വിത്ത് രതീഷ് ചക്രപാണി എന്ന് പറയുന്ന ആ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. കാരണം ആ പോഡ്കാസ്റ്റ് ഇറങ്ങുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളത് ചെയ്യണം. ചാനലിൻ്റെ പേരൊരിക്കൽ കൂടി BCC വിത്ത് രതീഷ് ചക്രപാണി എന്നാണ്. ഇനി ഈ സപ്പോർട്ട് ചെയ്യേണ്ടവർക്ക് ഇതല്ലാതെ നേരിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ഗൂഗിൾ പേ നമ്പറും അക്കൗണ്ട് നമ്പറും കൂടി ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് കൂടി ഒന്ന് പറഞ്ഞു വെക്കട്ടെ.